Happy birthday. Hi guys, assalamu alaikum. Welcome back to my YouTube channel Chippu's vlog and it's me Chippu here. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് എ വീഡിയോ ഓഫ് എ ഡേ, ജസ്റ്റ് ഒരു ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു വീഡിയോ ആയിരിക്കും. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒരു സ്പെഷ്യലാണ്. കാരണം നല്ല എൻ്റെ ബർത്ത്ഡേ ആണ്. April 4th എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുക്കുകയാണ്. പ്രത്യേകിച്ച് ആരും മറിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല, പക്ഷേ എനിക്ക് സ്പെഷ്യലാണ് എൻ്റെ ബർത്ത്ഡേ എല്ലാ വർഷവും. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഞാനല്ല സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഡിസൈനിൽ പിൻട്രസ്റ്റൊക്കെ നോക്കി റെഫർ ചെയ്തിട്ട് ഞാൻ എടുത്തിട്ട് അടുപ്പിച്ചിട്ട് ആദ്യമായിട്ട് ഞാനിങ്ങനെ എല്ലാ ബർത്ത്ഡേക്കും എനിക്ക് ഡ്രസ്സ് എടുക്കാറുണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തെങ്കിലും ചെയ്തെച്ചാൽ ഞാൻ ഡ്രസ്സ് അടുപ്പിക്കുകയാണ് ചെയ്തത്. സോ അതുണ്ട്. പിന്നെ എന്താ, ഓഫീസിൽ പോകണം, സാധാ പോലെ തന്നെയാണ് റൂട്ടീൻ. എന്നാൽ ചെറിയ സ്പെഷ്യലായിരിക്കും. ഇന്ന് മാക്സിമം ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാനായിരിക്കും നോക്കുക. അതെല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. എന്തെന്നെ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് മാക്സിമം ഹാപ്പി ആയിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. വെൽക്കം ടു ദി കിട്ടി. നമുക്കൊരു ഗെറ്റ് റെഡി. ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രസ്സ് ചെയ്യിപ്പിച്ചത്, ഒരു ബലൂൺ സ്ലീവുള്ള ഇതെന്ത് തുണിയാണ് ഓർക്കാസ ഒരു ഗൗണാണ് അടുപ്പിച്ചിട്ടുള്ളത്. ഒരു ഫിഷ് കട്ടുള്ള ഗൗണുണ്ട്, ഒരു ബോക്കെ വന്നിട്ട് സാധാ മെറ്റീരിയൽ എടുത്തിട്ട് അടിച്ചതാണ് ഞാൻ. റയോൺ ക്ലോത്താണ്. ആകെ 600 റുപ്പീസിൻ്റെ അടുത്തേ വന്നിട്ടുള്ളൂ. ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഓഫീസിൽ പോവാറ്. പക്ഷെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ആൻഡ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് മൈ ബർത്ത്ഡേ. ആസ് ഐ ടോൾ ദാറ്റ് എൻ്റെ ബർത്ത്ഡേ എനിക്ക് ഇന്ന് ഒരു സ്പെഷ്യലാണ്. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലും അത് സ്പെഷ്യലാണ്. കാരണം എനിക്ക് ഒരു ബ്രദറും ഒരു സിസ്റ്ററുള്ളത്. അവരെ ബർത്ത്ഡേ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത് മുട്ടായി കൊടുത്ത് ആഘോഷിക്കുന്നത് ഞാൻ ലിറ്ററലി കണ്ടിട്ടില്ല. ബട്ട് എൻ്റെ ആണല്ല, മേ ബി ഞാൻ ഏറ്റവും വീട്ടിൽ ചെറുതായതുകൊണ്ടായിരിക്കാം. എനിക്ക് പുതിയ ഡ്രസ്സ് എടുക്കാറുണ്ട്, കേക്ക് കട്ട് ചെയ്യാറുണ്ട്, മുട്ടായി കൊടുക്കാറുണ്ട്. അതും നിങ്ങൾ വിചാരിക്കും ചെറിയതാകുമ്പോൾ അതല്ല, പക്ഷെ വലുതാണ് വരെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് കേട്ടോ. ചിലർ ബർത്ത്ഡേ ആഘോഷിക്കാത്തവരുണ്ട്, ചിലർ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുണ്ട്. അത് അവരവരെ ഇഷ്ടമാണ്. ആൻഡ് ഞാൻ ചെറുപ്പം മുതലേ ഇതിങ്ങനെ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലാണ്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വീട്ടിലത്തെ ബർത്ത്ഡേനെ പറ്റി പറയുകയാണെങ്കിൽ. ആൻഡ് ടോക്കിങ് അബൌട്ട് ഗിഫ്റ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഗിഫ്റ്റ്സും കിട്ടാറുണ്ട്. കാരണം ഞാനൊരു ഗിഫ്റ്റ് പേഴ്സണാണ്. എനിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സർപ്രൈസ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഞാൻ സർപ്രൈസ് കൊടുക്കാറുണ്ട്, ഞാൻ ഗിഫ്റ്റ് മേടിക്കാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വർഷങ്ങളായിട്ട് ഫ്രണ്ട്സുകൾക്ക്, ചില ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. എനിക്കിഷ്ടമാണ്, കൊടുക്കുന്നത് ഇഷ്ടമാണ്. വാങ്ങിക്കുന്നത് കമ്പൽസറി ആണെന്നൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ എനിക്ക് കിട്ടും അങ്ങനെയൊന്നുമില്ല, പക്ഷെ എനിക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗിഫ്റ്റ്സ് മേടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബർത്ത്ഡേ ആയിട്ട് ആദ്യം എനിക്ക് കിട്ടിയത് ഈ കൂടിയാണ് പ്രശ്നം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സൺസ്ക്രീൻ ഇട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം കോമ്പാക്റ്റോ പൗഡറോ യൂസ് ചെയ്യാതെ മതി, അല്ലെങ്കിൽ ഇനി കേക്ക് ഇട്ടിരിക്കും. സാധാ പൗഡറാണ് ഉള്ളത്. പറഞ്ഞാൽ നിങ്ങൾക്ക് ഗിഫ്റ്റ്സിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കൊടുക്കുന്നതും വാങ്ങുന്നതും ഇഷ്ടമാണ്. ആൻഡ് എനിക്ക് തരണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ അതെത്ര ചെറുതായിക്കോട്ടെ. ഇപ്പോൾ എടുത്ത് പറഞ്ഞൊരു കാഴ്ച, എനിക്ക് കൂടുതലിഷ്ടം ഇങ്ങനെ മേടിച്ച് തരില്ലേ, അതിനെക്കാട്ടി കൂടുതലിഷ്ടം എനിക്ക് ഉണ്ടാക്കി തരില്ലേ, അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് എപ്പോഴും. ആൻഡ് ഈ വീഡിയോ അമ്മനെ കാണണമെന്ന് എനിക്കറിയില്ല. അമ്മന് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് കളരിത്തെ. അവൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഗിഫ്റ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു, കാർഡ്, അതുപോലെ തന്നെ ഒരു കീ ചെയിനും കുറച്ച് അല്ല ചില സാധനങ്ങളൊക്കെ വെച്ചിട്ട് സാധനം തന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എനിക്ക് ഉണ്ടാക്കി തരുന്ന കാര്യങ്ങൾ ഭയങ്കര സ്പെഷ്യൽ. അതുപോലെ തന്നെ കുറേ പേര് എനിക്ക് വാങ്ങിച്ച് തരും. അത് സ്പെഷ്യൽ അല്ലെന്നല്ല, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതും അവർ അധ്വാനിച്ചതാക്കിയ പൈസ കൊണ്ട് തന്നെയാണ് എനിക്ക് വാങ്ങിച്ചത്. എന്നാൽ കൂടി എനിക്ക് ഉണ്ടാക്കി തരുന്നത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കാര്യമാണ്. എനിക്ക് അർച്ചന ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഒരു ഫ്രെയിം. അത് കാരണം അവളത് അതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ടൈം കണ്ടെത്തി. നമ്മൾ ജസ്റ്റ് കടയിൽ പോയി വാങ്ങിക്കുന്ന പോലെ അല്ലത്. ടൈം കണ്ടെത്തി, എന്താ പറയുക, ഒരു ബട്ടൺസിൻ്റെ ഒരു ഫ്രെയിം ആയിരുന്നു. ബട്ടൺസ് ഇങ്ങനെ ചുറ്റോളം ഇങ്ങനെ. അപ്പോൾ അവളിങ്ങനെ എനിക്കത് കണ്ടാൽ മനസ്സിലാവും. നമുക്കിരുന്ന് ഇങ്ങനെ ഒട്ടിച്ചിട്ട് നടുവിൽ ഫോട്ടോ വെച്ചിട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എന്ത്, എക്സ്പെൻസീവായില്ല ഗിഫ്റ്റ് കൊടുക്കുന്നത്. എനിക്ക് തീരെ ആക്സെപ്റ്റബിൾ അല്ല, എനിക്ക് തീരെ ഇഷ്ടമല്ല. എനിക്ക് അത്രയും ഭയങ്കര ഫണ്ട് കൊടുത്തിട്ട് എനിക്ക് ഫോണ് അങ്ങനത്തെ ഗാഡ്ജറ്റ്സ് അല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അത് ഇപ്പോൾ മേടിക്കുന്നത് മേടിക്കാം. അതല്ലാണ്ട് അനാവശ്യമായിട്ടുള്ള ചിലവുകളില്ലേ, അതെനിക്ക് തീരെ ഇഷ്ടമല്ല. അത് പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. എനിക്ക് വാങ്ങിച്ചു പോകുമ്പോൾ പ്രശ്നം കേട്ടോ, ഞാൻ എത്ര ഫണ്ട് ഉള്ളതാക്കും. പക്ഷെ എനിക്കത് ഒരു ദിവസം എനിക്ക് തോന്നുന്നു, എന്തിനാ അവരിങ്ങനെ എക്സ്പെൻസീവായ സാധനങ്ങൾ അവർ
ഇതാക്കിയെന്നൊക്കെ എനിക്ക് തോന്നി. ഒരു പ്രത്യേക ജീവിതം. കൺസീലർ, ഈ കൺസീലർ ഞാൻ ആ ടൈമിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡ്, ഇന്ത്യ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് വാങ്ങിച്ചത്. ബട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഷെയ്ഡ് മേടിക്കുമ്പോൾ കൺസീലർ കുറച്ച് ലൈറ്റായിട്ട് ഞാൻ മേടിക്കുള്ളൂ. കാരണം നമ്മൾ പിന്നീട് ഇതിൻ്റെ മേലെ ഇടുമ്പോഴേ ഇതിൻ്റെ ഒരു മഞ്ഞച്ച പോലെ കിടക്കുന്നു. അപ്പോൾ ഇനി കൺസീലർ വാങ്ങിക്കുമ്പോൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് മേടിക്കണം. ഇതൊക്കെ ഇട്ട് പോയിട്ട് മിക്കവാറും നമ്മുടെ കറണ്ട് ഉണ്ടാവില്ല ഓഫീസിൽ. അപ്പോൾ അവിടെ ചൂടത്തിരിക്കേണ്ടി വരും. ഓഫീസിലത്തെ ഒരു ഡേ ഞാൻ ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ കാണാം. ഓഫീസിനൊന്നും പറയാൻ പറ്റില്ല, അത് ഇറ്റാച്ച് സൈറ്റ് ഓഫീസ്. ജസ്റ്റ് സൈറ്റ് എവിടെയാണ് ഉണ്ടാകുന്നത് അവിടെ ടെമ്പററി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഓഫീസാണത്. നല്ല പണിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഓഫീസിൽ. ഇറ്റ്സ് ഓക്കെ ഫൈൻ. പണ്ട് ഞാൻ ടെൻത്ത് ആ ടൈമിലൊക്കെ ഇത്താത്തൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ CC ക്രീം, 9 to 5. അതിനത് ഇത്ര വർഷം യൂസ് ചെയ്തറിയോ. അന്ന് എനിക്കിതിനെക്കുറിച്ച് ധാരണയില്ല. ഈവൻ സ്കിൻ കെയർ പോലും ചെയ്യാണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് വാരി തേച്ചിരുന്നത്. അപ്പം നോ ദാറ്റ് ഇത് തീരെ കഴിയൂല. ഇതിൻ്റെ ഹോളുണ്ട്, ചെറിയ ഹോളാണ്. അതുകൊണ്ട് തന്നെ കുറേ കാലം അല്ല ഞാൻ എന്തിനാ നേരത്തെ പൗഡർ ഇട്ടേ. വെരി നൈസ് ഗൈസ്. ഞാൻ പറഞ്ഞില്ല ആകെ സ്കിൻ കെയർ ചെയ്തിട്ട് ഓഫീസിൽ പോകുന്നത്. അപ്പോൾ അതിലെന്താ വെച്ചാൽ എന്താണ് സ്കിൻ കെയർ ഞാൻ പൗഡർ ഇട്ടിട്ട് പോകും, അത്രേ ഉള്ളൂ എനിക്ക്. ബട്ട് അത് ആ ഒരു ഓർമ്മയിൽ ഞാൻ ഇന്ന് ആദ്യം പൗഡർ ഇട്ട്. ഇറ്റ്സ് ഓക്കെ ഫൈൻ. പൊട്ടത്തരങ്ങൾ കാണിക്കാം, പൊട്ടത്തരത്തിന് ഒരു കുറവില്ലേ. അതിൻ്റെ ഇടയിൽ ഫോൺ ഓഫായി, സ്റ്റോറേജ് ഫുള്ളായിട്ട്. ഓക്കെ ഞാൻ കണ്ണെഴുതി മസ്കാര ഇട്ട് കുറച്ച് ബ്ലഷ് ഇട്ട്. ഞാൻ ബ്ലഷ് ഇപ്പോൾ കുറേ ആയിട്ട് ഇടാറില്ല. നത്തിങ് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഈ ഒരു ഡ്രസ്സിന് ബ്ലഷ് ഇടാൻ എത്തി ആർഭാടൊക്കെ ആയിട്ട് കൊടുക്കുക. അല്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ഇത് ഞാൻ ചെറുപ്പം തൊട്ട് ചെയ്യുന്നുണ്ട്, ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ചെയ്യാം. മിക്കവാറും നിങ്ങൾക്ക് സൈറ്റിലാവും പണി, നല്ല പണി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കൊടും വെയിലത്തായിരിക്കും ഞാൻ നിൽക്കുന്നുണ്ടാവുക. ഇപ്പോൾ ടൈം 9 മണി ആവാനായി. എപ്പോൾ വേണം പോവാം, ബട്ട് നല്ലോണം ലേറ്റ് ആവണ്ട നേരത്തെ. ലിപ്സ്റ്റിക്ക് ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചതാണ്. ഞാൻ തീരെ ഇടാറില്ല, ഇത് സ്റ്റുഡിയോ ഒന്ന് വാങ്ങിച്ചാണ്. ഭയങ്കര വൈബ്രൻറ്റ് കളറാണ്. പക്ഷെ ഇത് ഇട്ടിട്ട് ഭയങ്കര രസം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഇത് ഇടാണ്. ഇത് ലിപ് ലൈനർ, ഒരു സൈഡിൽ ലിപ് ലൈനറും ഒരു സൈഡിൽ ലിപ്സ്റ്റിക്കുമാണ്. നമുക്ക് കുറച്ചിടാം, കാരണം ഇത് ഭയങ്കര വൈബ്രൻറ്റ് കളറായതുകൊണ്ട് ഞാൻ തീരെ ഇടാറില്ല. ഇതാണ് ഷെയ്ഡ്. ഞാനിപ്പോൾ ഷോർട്ട്സ് എടുക്കാൻ പോയതാണ്. ഇതാണ് മിക്കവാറും എൻ്റെ മുമ്പിനെ ഓടിക്കും, നമുക്ക് മാറ്റാം. ഫുട്ടേജ് എന്തായാലും പോകും. ബട്ട് നല്ല ഷെയ്ഡ് കേട്ടോ. ഞാൻ തീരെ ഇതിട്ടിരുന്നില്ല, പക്ഷെ ഭയങ്കര ക്രീമിയാണ്. സാധാ ഒരു ഗൗണാണ്. അതിൽ ബാക്കൊന്നും നോക്കണം കേട്ടോ. ഒരു ഫിഷ് കട്ട് ഗൗണാണ്. ഇങ്ങനെ വന്നിട്ട് കണ്ടില്ല, അങ്ങനെ പോകും. കാണിച്ചത് ഒരു കെട്ടിപ്പിടുത്തം കഴിഞ്ഞു. നേരം വൈകി നേരം ഫുഡ് കഴിക്കുക, പോവുക. പിന്നെ കുറിച്ച് 2 വാക്ക് പറഞ്ഞപ്പോ എന്റെ ബർത്ത്ഡേക്ക് അങ്ങനെ എന്റെ മോളുടെ പിറന്ന നാളാണെന്ന്, 25ാമത്തെ പിറന്ന നാളാണ്. അപ്പോൾ ഇത്രയും കാലം, അതായത് 25 വർഷം എൻ്റെ സ്നേഹവും എൻ്റെ എല്ലാം പങ്കുവെച്ച് എൻ്റെ മോളെ ഞാൻ ഇത്ര കാലം വളർത്തിയുണ്ടാക്കി ഉന്നതങ്ങളിൽ എത്തിച്ച്, ഇനിയും എൻ്റെ മകള് ഉയരങ്ങളിലെത്തട്ടെ, അതിനും ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കൂടെ ഉപ്പുണ്ടാവും, ഉപ്പാട് മനസ്സുണ്ടാവും. പോകാൻ കാലം നമുക്ക് പൊറാട്ട ഉണ്ട്. കഴിക്കട്ടെ, നോക്കിയിട്ടുണ്ട്. വേണ്ടി ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഷെയ്ഡ് ഭയങ്കര വൈബ്രൻ്റ് ആയി ഞാൻ മാറ്റി. വിചാരിച്ചപ്പോൾ നല്ല ചൂടുള്ള ദിവസം പോയോ, അപ്പോൾ നല്ല ലേറ്റായി ഇറങ്ങട്ടെ. പോകുമ്പോൾ ചിലപ്പോൾ ഒരു മുട്ടായി മേടിക്കും. അങ്ങനെ പോണ വഴിയിൽ ഞാൻ മുട്ടായി വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാക്കറ്റ് മുട്ടായും അതുപോലെ തന്നെ സാറിനും സൂപ്പർവൈസേഴ്സിനും കൊടുക്കാൻ വേണ്ടി സ്നിക്കേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തിനാ ഇവിടെ കൊണ്ട് വണ്ടി നിർത്തിയത് എനിക്ക് തന്നെ അറിയില്ല. വിചാരിച്ചപ്പോൾ തന്നെ കറണ്ടില്ല. വാ, നല്ല രസമുണ്ടായിരിക്കും. പിന്നെ തന്നെ നമുക്ക് ചേച്ചിമാർക്ക് മുട്ടായി കൊടുക്കാം.
ചെറിയ കുട്ടികളെ പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ മോളെ. കാരക്ക് മിഠായി വെച്ചൂടെ? ഇത് വന്നാ നിങ്ങൾക്ക് എന്താ വേണ്ടേ? കാരക്ക മിഠായി. എന്താ മുട്ടായ? നല്ല പുതിയ ഇതാണോ ബർത്ത്ഡേ വിഷ്? നല്ല പുതിയ തന്നെ. അങ്ങനെ ചിരിക്കുന്നത് എന്താ വെച്ചാൽ കൂട്ടത്തിൽ ഞാൻ മുട്ടായി കൊടുത്തപ്പോ പറഞ്ഞത് വേഗം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ കുട്ടി ആൺകുട്ടി ആവണേന്നാണ്. അപ്പൊ മറ്റു ചേച്ചി ചോദിക്കണം അത് പെൺകുട്ടി ആയാലും ചോദിക്കുന്നത്. ആ ഒരു കാഷ്വൽ കോൺവെർസേഷൻ. അങ്ങനെ അതുപോലത്തെ സൈറ്റിലും ലാബേഴ്സിനൊക്കെ ഞാനിങ്ങനെ കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അങ്ങനെ വർക്ക് ചെയ്തിരിക്കാൻ രാത്തൊട്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യാൻ കുറേ പണി തന്നിട്ടുണ്ട് എൻ്റെ PM. ആ ഒരു മനുഷ്യൻ ആയിരിക്കും. ആൻഡ് ഐ വാസ് ഗോയിങ് ത്രൂ ഓൾ ദ സ്റ്റാറ്റസ്. എൻ്റെ ഫോട്ടോസ് ഇട്ട എനിക്കിഷ്ടമുള്ള ഫോട്ടോ, നമ്മൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഇടണമല്ലോ. അപ്പോൾ ഗോഡ്, പക്ഷേ അത് അവരിഷ്ടമാണ്. അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ഐ എം സോ ഹാപ്പി. താങ്ക്സ് ഓൾ. കുറേ പേര് വിഷ് ചെയ്തത് എന്താ. അപ്പോൾ ഞാൻ നേരെ കുറച്ച് വർക്ക് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് സെക്ഷനിൽ പോകാൻ, ഡിപ്പാർട്ട്മെൻറ്റിൽ പോകാണ്ട് അവിടെ കുറച്ച് സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പിന്നെ ഒന്ന് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, യൂട്യൂബിൽ നല്ല ഷോർട്സ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും ഫ്രീ ആവുന്ന ടൈം മാത്രം. ഓക്കെ, ഇവിടെ ആരും ഇല്ല ആക്ച്വലി. ഒന്ന് ഉള്ള ചേച്ചിയുണ്ട്, ചേച്ചി അക്കൗണ്ടൻ്റ് ഉണ്ട്, ആളൊന്ന് ലീവാണ്. പിന്നെ ബാക്കിയുള്ളവർക്ക് സൈറ്റിലായിരിക്കും, സൈറ്റ് സൂപ്പർവൈസേഴ്സാണ്. അപ്പോൾ ഞാൻ മാത്രം ഓഫീസിലുള്ളത്. ചില സമയത്ത് ഞാൻ സൈറ്റിൽ പോകും. സ്നാപ്പല്ല, യൂട്യൂബ്. അങ്ങനെ വർക്കാണ് ഗൈസ്. ഇപ്പോൾ ടൈം 1:30 ആ ടൈമായി. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. സ്റ്റീവ് വർക്ക്. ഇപ്പോൾ കാണാൻ പോകുന്ന നിങ്ങൾ സർപ്രൈസ് ആണ്. ഞാൻ അറിയാണ്ട് എനിക്ക് സർപ്രൈസ് ഒരുക്കിയതാണ്. സൂപ്പർവൈസേഴ്സും സാറും കൂടെ എന്നെ വിളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ടാ. എനിക്കൊരു പേപ്പർ എടുത്തോണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് സാറ് വിളിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് സർപ്രൈസ് ആയിട്ട് തരുക ചെയ്തത്. അങ്ങനെ ഞാൻ ഇറങ്ങാണ് ഗൈസ്. ഇനി നേരെ ഷോപ്പ് പോകും ചിലപ്പോൾ, നോക്കാം. അവിടെ നിന്ന് നേരെ ഇറങ്ങിയത് ഞാൻ ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് എമിറേറ്റ്സ് മാളിൽ കയറി. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് മേടിക്കാന്ന് കരുതിയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അങ്ങനെ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിച്ചത്. അത് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ബാബി ഐസിങ് കൂടിയാണ്, ഐസിയുടെ ഭാഗം എന്ന് പറഞ്ഞിട്ട്. നിഹാലാക്കിനെ കൊണ്ടു വന്നത്. കൂടെ വൈഫ് ഫൈതാത്ത ഉണ്ടായിരുന്നു. ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പോയത്. ഹായ് ഗായ്സ്. അപ്പോൾ എന്തൊക്കെയോ ഉണ്ടായി. ബർത്ത്ഡേക്കാരൊക്കെ വന്നു, ഫ്രണ്ട്സ് വന്നു, എന്താ പറയുക, ഗിഫ്റ്റ് കിട്ടി. പിന്നെ ഫുഡ് കഴിക്കാൻ പോവാണ്. എൻ്റെ ബാബിയുടെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു, ബ്രദറും വൈഫും വന്നിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്തു. എൻ്റെ ക്ലിപ്സ് കിട്ടാൻ ഇങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. അങ്ങനെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഫുഡ് അടിച്ച് പറഞ്ഞു. സോ ബ്ലെസ്ഡ്. അപ്പോൾ അത്രയുള്ള വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ. അങ്ങനെ ബായ് പറഞ്ഞു പോയ എന്നെ എടുത്തിട്ട് എൻ്റെ ഫ്രണ്ട്സ് വീണ്ടും പുറത്തേക്ക് ഇറക്കി. റുഹേബും ഹെന്നും നേഹിയും ഷെഫീദും കൂടെ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അതെ, ഇത് നമ്മുടെ പാട്ടുകാരൻ താങ്കളുടെ ചാനലിൽ വരുന്നത്. ഇത് റുഹേബിന്റെ ആകെയുള്ളൊരു ബീവി. അതാണ് സർപ്രൈസ്. ഞങ്ങൾക്ക് അറിയില്ല. ഒക്കെ സസ്പെൻസ് ത്രില്ലറാ. ഒരാളും കൂടി ജോയിൻ ചെയ്തു. ഇത് വ്ളോഗ്.
ഇതൊക്കെ ഞാൻ ഇടും. സത്യം പറഞ്ഞാൽ ഇതിനെ കൊണ്ടേ അവർക്ക് ഒരു ആയിട്ടുണ്ടായിരുന്നില്ല എടുക്കാൻ പോകണ്ടെന്നുള്ള കാര്യങ്ങൾ ഇതിനെ പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോയി. നമുക്ക് സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 10:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങൾ കോട്ടക്കലാണ് പോയത്. കോട്ടക്കൽ പോയിട്ട് ആദ്യം പോയിട്ട് പിസ്സ കഴിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആരുടെ ബർത്ത്ഡേ ആണ്? ഹാപ്പി ബർത്ത്ഡേ. അവിടുന്ന് പിന്നെ നേരെ പോയത് ഫിർദൌസ് എന്നുള്ള ഒരു പെർഫ്യൂം ഷോപ്പിലേക്കാണ്. അവർ എനിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട്, ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തന്നത് ഈ ഫിർദൌസിൽ നിന്ന് ഒരു പെർഫ്യൂം ആയിരുന്നു. ആൻഡ് വാസ് സോ സ്പെഷ്യൽ ഫോർ മീ. നമുക്ക് അവിടെ കസ്റ്റമൈസ് ചെയ്ത ഒരു പെർഫ്യൂം ഉണ്ടാക്കാം. നമുക്ക് നമ്മൾ ഒരു സ്മെല്ല് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഉണ്ടാക്കി തരും. ആൻഡ് എന്താ പറയാ, അതൊരു ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഇവരിങ്ങനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വെറുതെ കറങ്ങാൻ ഫുഡ് അടിക്കുക എന്നുള്ള രീതിയിൽ പോയതാണ്. പക്ഷെ അവിടെ പോയി അവർ എനിക്ക് ഇങ്ങനെ കൊടുന്നെന്നും കോട്ടക്കലുള്ള ഫിർദൌസ് എന്നുള്ള ഷോപ്പിൽ നിന്നാണ്. ആൾക്കാർക്ക് ഭയങ്കര സഹകരിച്ച് ഞങ്ങൾക്ക് കുറെ നേരം നിന്നിട്ടാ. കാരണം ഒരു സ്മെല്ല് നമുക്ക് ഇഷ്ടപ്പെട്ട് അത് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ കുറച്ച് കാര്യം നോക്കണല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്, മേക്ക് ചെയ്തത് കാണിച്ചു തന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് അത്രയും ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ അയാൾ കുറെ നേരം കോപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നത് കേട്ടോ. അങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള മണം അവർ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതാണ് എന്റെ കയ്യിലിരിക്കുന്നത്. എന്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം ഞാൻ എത്ര ഹാപ്പിയാന്ന്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ അവർ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറയാൻ ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഇതുപോലത്തെ ഫ്രണ്ട്സ് എന്റെ കൂടെ ഉള്ളത് ഭയങ്കര അധികം ശരിക്കും ലക്കി തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് നേരെ വീട്ടിലേക്ക് തന്നെ പോയി. 2 മണി സംതിങ് ആയി ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ. അപ്പൊ ഇത്രയുള്ള വ്ളോഗ്. അടുത്ത വ്ളോഗ് കാണുന്നവർക്കും ബൈ.